എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റമദാനിൽ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റിയ മറ്റൊരു 2 അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സമൂസയും കട്ട്ലറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. 100ഓളം സമൂസ ഉണ്ട്. കുറച്ച് വെജിറ്റബിൾ സമൂസയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ സമൂസയും. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഉണ്ടാക്കി വെക്കാം. അതുപോലെ തന്നെ കുറച്ച് കൂടുതലായിട്ട് കട്ട്ലറ്റും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റമദാനിലും നല്ല എളുപ്പമാണ്. ഒരുപാട് സമയം കിച്ചണിൽ വന്നിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരു മാസം വരെയൊക്കെ കേടുകൂടാണ്ട് നമുക്ക് ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റിയ ചിക്കൻ റോളിൻ്റെയും ഉന്നക്കായൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം, എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നറിയില്ല, നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം നോമ്പിനെല്ലാം പുതിയാപ്പിളാറെ വീട്ടിലേക്ക് ചായക്കടി ഒരുപാട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകലുണ്ട്. ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ 2-3 ദിവസം മുമ്പേ തുടങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്കങ്ങനെ ക്ഷീണം പിടിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാം പൊരിച്ചിട്ടാണ് കൊണ്ടുപോകൽ. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്ന് തന്നെ ഇത് തീർക്കണം, അല്ലെങ്കിൽ പിറ്റേന്നെല്ലാം ആകുമ്പോൾ കേടാവുമല്ലോ. നോമ്പ് നോട്ടിട്ടാണെങ്കിൽ ഒരുപാട് കഴിക്കാനും പറ്റൂല. അപ്പം മൊത്തം വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രീസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ദിവസങ്ങളിൽ ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്തോളും. അപ്പോൾ അവർക്കും അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് കട്ട്ലറ്റ് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അത്യാവശ്യം നല്ലോണം ചൂടാവുമ്പോൾ ഞാനിതാ ഒരു 6 വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ കട്ട്ലറ്റ് വേണ്ടത്, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 6 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ബീഫ് മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല എല്ലാം ഉണ്ടാവുമല്ലോ കടയിൽ നിന്ന് വാങ്ങുന്നത്, അത് ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ 1 മിനിറ്റോളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് പിച്ചിയെടുത്തതാണ്. ഒന്നിക്ക് പിച്ചിയെടുക്കുക കൈകൊണ്ട്, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആവണം. വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഫില്ലിങ് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ട് വേണം വേവിക്കാൻ. നന്നായിട്ട് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ബാക്കി ഉരുളക്കിഴങ്ങും നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ആദ്യം പകുതി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഒന്നിച്ചങ്ങ് ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പകുതിയായിട്ട് ഞാൻ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ടുണ്ട്. അതും വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങെല്ലാം ചേർത്താൽ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെയെല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പം ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ് എല്ലാം ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുട്ടിയിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം.
അപ്പോൾ ഞാനിതാ സാധാരണ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് തന്നെയാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. പിന്നെ വലിയ കട്ട്ലറ്റാണ് വേണ്ടതെങ്കിൽ ഫില്ലിങ് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ എത്ര ഉണ്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ചിക്കൻ റോളിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ ഉള്ളിൽ പൊരിക്കുന്ന സമയത്ത് ചൂട് കയറില്ല, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് മുതലേ ഒരുപാട് വർഷം മുതലേ ഇങ്ങനെ ചിക്കൻ റോൾ ആക്കിയിട്ട്, നോമ്പ് എല്ലാത്തരം തന്നെ ചിക്കൻ റോൾ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിന് പൊരിച്ചെടുക്കലുണ്ട്. ഗസ്റ്റെല്ലാം വരുമ്പോൾ പൊരിച്ചു കൊടുക്കലുണ്ട്. ചിക്കൻ റോള്, കട്ട്ലറ്റ്, കായ്യട ഉന്നക്കായ എന്നെല്ലാം പറയും നമ്മൾ കണ്ണൂർക്കാർ. അതെല്ലാം ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യാനുസരണം പൊരിച്ചെടുക്കലുണ്ട്. ഒരു മാസമോ അതിൽ കൂടുതൽ വെച്ചാലും ഒന്നും ആവലില്ല. അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ ഉള്ളിൽ ചൂട് കയറില്ല എന്നുള്ള പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. പൊരിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഉള്ളിൽ ചൂടെല്ലാം കയറും. നമ്മൾ ഒരു മണിക്കൂറെല്ലാം പുറത്ത് വെച്ചിട്ടല്ല പൊരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചൂടെല്ലാം ഉള്ളിൽ കയറും. നിങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ മോശമാവും, ഉള്ളിൽ ചൂട് കയറില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 50 കട്ട്ലറ്റാണ് ഇതുള്ളത് കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങിന് 50 കട്ട്ലറ്റാണ് കിട്ടീന്. ഇനി ഞാനിതാ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലറ്റും എടുത്തിട്ട് ആദ്യം നമുക്ക് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ മുട്ടയിൽ യൂസ് ചെയ്യുന്ന കൈ ബ്രെഡ് ക്രംസിൽ യൂസ് ചെയ്യേണ്ട. അങ്ങനെയാകുമ്പോൾ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിച്ചതുപോലെ ആയിപ്പോവും. പിന്നെ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസ് റെഡിയാക്കുന്ന സമയത്ത് ഒന്നുകിൽ ബ്രെഡ് പൊടിച്ചിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക, അല്ലെങ്കിൽ ബ്രെഡ് ആദ്യം തന്നെ പാനിലിട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ഞാൻ ബ്രെഡ് ആദ്യം തന്നെ ചൂടാക്കിയതിന് ശേഷമാണ് പൊടിച്ചെടുത്തിന്. അപ്പോൾ അതേതാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യുക. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്കിപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് കറക്റ്റായിട്ട് 50 കട്ട്ലറ്റാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെയും അതുപോലെ ചിക്കൻ്റെയും അങ്ങനെ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിയിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ കട്ട്ലറ്റ് മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലെല്ലാം കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ജിപ്ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറും പിന്നെ ജിപ്ലോക്ക് ബാഗും എടുത്തിട്ടുണ്ട്. രണ്ടിലും എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് കണ്ടെയ്നറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. ചെറിയൊരു കണ്ടെയ്നറാണ് എടുത്തിന്, വലുതിൽ വെക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അട്ടിക്കട്ടിക്ക് വെക്കുമ്പോൾ കട്ട്ലറ്റ് നല്ല സോഫ്റ്റ് അല്ലേ, പിന്നെ ചിലപ്പം അങ്ങനെ അമർന്നു പോവും. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ കണ്ടെയ്നറിൽ വെക്കുന്നുള്ളൂ. ബാക്കി ഞാനിതാ ഇതുപോലത്തെ ജിപ്ലോക്ക് ബാഗിലാണ് വെക്കുന്നത്. ചിക്കൻ റോള് എത്ര അട്ടിക്ക് വെച്ചാലും പ്രശ്നമില്ല. അതുപോലെയല്ല കട്ട്ലറ്റ് സോഫ്റ്റ് ആയതുകൊണ്ട് ചിലപ്പം അമർന്നു പോവും. ബാക്കി ഇതാ ഞാൻ ജിപ്ലോക്ക് ബാഗിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ റെഡിയാക്കി വെക്കുക. അപ്പോൾ നോമ്പിന് പണി എളുപ്പമായിരിക്കും. നോമ്പ് തീരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ആ ഒരു സമയമാകുമ്പോൾ കുറച്ച് മുമ്പ് 1.5 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാനിതാ കണ്ടെയ്നറിലും ജിപ്ലോക്ക് ബാഗിലെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നേരെ ഫ്രീസറിൽ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ റെഡിയാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് സമൂസ എങ്ങനെയാണ് റെഡിയാക്കി വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 100ഓളം സമൂസ റെഡിയാക്കുന്നുണ്ട്. പകുതി ചിക്കൻ സമൂസയും പകുതി വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ ഒരു രീതിയിൽ സമൂസ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെയെല്ലാം നമുക്ക് കേട് കൂടാണ്ട് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നോമ്പിനെല്ലാം പണി എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആദ്യം നമുക്ക് സമൂസക്ക് വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ്ങാണ് ആദ്യം റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അത്യാവശ്യം ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 5 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമ്മൾ സമൂസൻ്റെ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളി പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വയന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും
1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും. ഞാൻ ഈ ഒരു ബിരിയാണി മസാലയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റാണ്. പിന്നെ 1 കപ്പ് ഫ്രോസൺ പീസ് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്രോസൺ പീസ് ഇല്ലെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകരുത്, ഹാഫ് വേവാക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് 1 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ ഒരുപാട് വേണ്ട, 1 മിനിറ്റോളം അടച്ചു വെച്ചാൽ മതി. അങ്ങനെ 1 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ്. അത് മുഴുവനും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ചിക്കനും മസാലയും എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനു, കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി വെജിറ്റബിൾ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം എന്ന് പറയുമ്പോൾ പെരുംജീരകം ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ക്രഷ് ചെയ്തത്, കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും എല്ലാം ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 6 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 കപ്പ് ഫ്രോസൺ പീസ്, 1 കപ്പ് ബീൻസ് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് കൂടിപ്പോകരുത്, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ ക്യാബേജിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വേവിക്കുന്ന സമയത്ത് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കുക, അല്ലെങ്കിൽ ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് പോകണ്ട, ഒരു 1/4 വേവാകുമ്പോൾ എടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫില്ലിങ്ങും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതും ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഫില്ലിംഗ് എല്ലാം ഇതുപോലെ നന്നായിട്ട് ചൂടെല്ലാം പോയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ചൂടെല്ലാം പോയിട്ടുണ്ട്, ചിക്കൻ ഫില്ലിങ്ങും വെജിറ്റബിൾ ഫില്ലിങ്ങും. ഇനി സമൂസ റെഡിയാക്കാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമുക്ക് സമൂസ ഒട്ടിക്കുമ്പോൾ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിതാ കടയിൽ നിന്ന് വാങ്ങുന്ന സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് കോണാക്കി കൊടുക്കാം. ഇതുപോലെ കോണാക്കി കൊടുക്കുക. കോണാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അടിഭാഗം ഒട്ടും ഹോൾസ് ഇല്ലാത്ത രീതിയിൽ വേണം കോണാക്കി കൊടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ചിക്കൻ ഫില്ലിങ്ങാണ് നിറച്ച് കൊടുക്കുന്നത്. 1-2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് കുത്തി നിറക്കണ്ട, ഈ ഒരു രീതിയിൽ നിറച്ച് കൊടുത്താൽ മതി. നിറച്ച് ഫില്ലിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിക്കുന്ന സമയത്തെല്ലാം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇത്ര ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മൈദൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ആദ്യം ആ ഒരു ചെറിയ ഷീറ്റിൻ്റെ ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു ഷീറ്റിൻ്റെ ഭാഗത്തും കൂടെ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടും ഹോൾസ് ഇല്ലാത്ത രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഹോൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പൊരിക്കുന്ന സമയത്ത്
എണ്ണ കയറും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഹോം മെയ്ഡ് സമൂസ ഷീറ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും സമൂസ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഷീറ്റാണ്. വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിത് മുഴുവനും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കട്ടെ. ചിക്കൻ ഫില്ലിങ്ങും അതുപോലെ വെജിറ്റബിൾ ഫില്ലിങ്ങും രണ്ടും ഈ ഒരു രീതിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ രണ്ടും ഫുള്ളായിട്ട് റെഡിയാക്കിയതിന് ശേഷം കാണിച്ചു തരാം. കുറച്ച് കൂടുതൽ ഇതുപോലെ ഒട്ടിക്കുന്നത് കാണിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നല്ലതുപോലെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കൂടുതൽ സമൂസ ഇതുപോലെ മടക്കുന്നത് ഒട്ടിക്കുന്നതെല്ലാം കാണിക്കുന്നത്. അങ്ങനെ ഇതാ മുഴുവനും ഇതുപോലെ സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫില്ലിങ് മുഴുവനും ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ സമൂസ, ഇത് ചിക്കൻ സമൂസ. ചിക്കൻ സമൂസ 48 എണ്ണമാണ് ഉണ്ടായിന്. വെജിറ്റബിൾ സമൂസ 55 എണ്ണം കിട്ടീന്. ഇനി ഞാനിതാ ഇതുപോലത്തെ വലിയൊരു കണ്ടെയ്നറും ജിപ്ലോക്ക് ബാഗും എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ആക്കി വെക്കാം. അപ്പോൾ ഇതുപോലത്തെ അത്യാവശ്യം കുറച്ച് വലിയ കണ്ടെയ്നറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ സമൂസ വെച്ച് കൊടുക്കാം. സമൂസ വെക്കുന്ന സമയത്ത് അട്ടിക്ക് വെച്ചാലൊന്നും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ ഇത് കിട്ടുകയും ചെയ്യും. അതുപോലെ ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് ഇതുപോലെ അട്ടിക്കട്ടിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. കണ്ടെയ്നറിൽ മുഴുവനും ഇതുപോലെ സമൂസ നിറച്ചിട്ടുണ്ട്. വെജിറ്റബിൾ സമൂസ മുഴുവനും ഇതിലാണ് വെച്ച് കൊടുത്തിന്. ഇനി ഇത് അടച്ചിട്ട് നേരെ ഫ്രീസറിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇനി ഞാനിതാ ജിപ്ലോക്ക് ബാഗിൽ ബാക്കിയുള്ള സമൂസ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇത് ചിക്കൻ സമൂസയാണ്. സമൂസ മുഴുവനും ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഫ്രീസറിൽ കൊണ്ടുവെക്കുക. ഒരു മാസം വരെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്യാം. പിന്നെ സമൂസ ഫ്രൈ ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇത് 2 റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.